സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് 353 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അടുത്തെത്താണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പം വേറെ നല്ല ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല വെയിലാട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് 4 മണിക്കാറ്റിലാണ്. ശരിക്കും വൈകുന്നേരം എൻ്റെ ആ ഒരു സൈഡിലാണ് 4 മണിക്കാറ്റ്. അപ്പം ഞങ്ങളിപ്പം 4 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കട്ടെ. ഞാൻ കുഞ്ഞിലൊക്കെ വരുമായിരുന്നു, എപ്പോഴും കളിക്കായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് രാവിലെയാണ് വന്നത്. രാവിലെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി എണീറ്റപ്പോഴത്തേക്കും. അതുകൊണ്ട് പിന്നെ ഇച്ചിരി ഉച്ചയായിപ്പോയി. നല്ല വെയിലാണ്. ഇനി ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇറ്റ്സ് ഏഞ്ചൽ വിത്ത് ജിയോന. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടിയുടെ സൗണ്ട് അപ്പൊ ക്ലിയർ ആവത്തില്ലായിരിക്കും. 4 മണിക്കാറ്റിന് നമുക്ക് കയറുമ്പോ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ പേര് നേരത്തെ പണ്ട് കാലത്തേക്ക് ഇവിടെ ആണെങ്കിൽ കുറെ പേര് വേസ്റ്റ് ഡംപ് ചെയ്യാൻ തുടങ്ങി. വേസ്റ്റ് ഡംപ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ പോകുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ ഭയങ്കര സ്മെല്ലായിട്ടും വന്നു. അപ്പം ആരൊക്കെ ചേർന്ന് ഇവിടെ ചെയ്തൊരു പദ്ധതിയാണ് 4 മണിക്കാറ്റ്. ഇവിടെ നമുക്ക് അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റാളുകളുണ്ട്. അവിടെ നിന്നും നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വാട്ടർ അവൈലബിൾ അല്ല, ഒന്നുമല്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ചെറിയ കടികൾ കിട്ടും. അപ്പൊ അത് നമുക്ക് തരുന്നത് ഒന്നെങ്കിൽ പേപ്പറിൽ തരും, അല്ലെങ്കിൽ വാഴയിലയിലോ വട്ടയിലയിലോ അങ്ങനത്തെ ഇലകളിലാട്ടോ നമുക്ക് ഇവിടുത്തെ ചെറിയ കടി കിട്ടുന്നത്. പിന്നെ ചായ പോലെ തന്നെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്ത് ഈ ഒരു വഴി കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ നമുക്ക് എത്ര നേരം വേണേലും റെസ്റ്റ് ചെയ്യാം കേട്ടോ. രാവിലെ ഇവിടെ കുറെ വണ്ടികൾക്ക് ഇപ്പൊ നമുക്ക് കാണാം. ഇവിടെ എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാണാം. അവിടെ ആണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് കാണാം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും 2 സൈഡിലും റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വിശാലമായ നെൽകൃഷിയാണുള്ളത്. അതിന്റെ നടുക്കായിട്ട് നമുക്ക് റോഡുണ്ട്. ഭയങ്കര തിരക്കാട്ടോ റോഡില്. ഫ്രണ്ട്സ്, ഈ നെൽപ്പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് വെറുതെ കിടക്കോട്ടെ. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല. ഫ്രണ്ട്സ്, അവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. അവിടെ എബിന്ന് ഒരു സാധനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കയറി കളിക്കാൻ പറ്റും കേട്ടോ. ബിയിലും കയറാം, ഏലും കയറാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ചേച്ചിക്ക് പറ്റും, എനിക്ക് പേടി. അതോടെ ഞാൻ ഇച്ചിരി പകുതി കയറിയിട്ട് പോയി. ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പൊ നോക്കുവാണെങ്കിലും കാണാം ഇപ്പോഴും ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ജലദോഷം കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ റൈഡുകളാട്ടോ. പിള്ളേർക്ക് വേണ്ടി പ്രത്യേകം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ബേസാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും. ഇത് കിഡ്സ് ചാനലാ. കമന്റ് സെക്ഷൻ ഓഫ് ആമോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തണല് നൽകാനായിട്ട് ഇവിടെ മാവുകൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
കൂടെ ഇറങ്ങി ഫ്രണ്ട്സ് ഇതൊരു റൈഡ് ആട്ടെ എഴുതിന്ന് എഴുതിയിട്ട് നമുക്ക് അതിൽ കൂടെ എക്സസൈസ് പോലെ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് വരെ കാണാം ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ഇവിടെ നമുക്ക് വൈകുന്നേരം സമയത്ത് ചെറിയ ചെറിയ സ്റ്റാളുകൾ അവൈലബിൾ ആട്ടോ. അവിടെ നമുക്ക് ചെറിയ കടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സ്റ്റാളും വിവിധ തരത്തിലുള്ള കടികളാണുള്ളത്. അപ്പൊ വൈകുന്നേരം വന്നാലേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ ആവുന്നു. ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അത് മാത്രമല്ല നമുക്ക് സെൽഫി ആണെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോസ് ആണെങ്കിലും എടുക്കാം. നമ്മുടെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. സ്ലൈഡാണ്. ഇത് സിമെന്റും കൊണ്ട് പ്ലാവിന്റെ രൂപത്തിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ട്. നല്ല പേര് വരും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ച വെള്ളമാട്ടോ. അപ്പൊ നമുക്ക് അത് കയറാം. ടോയ്ലറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് 2-3 സ്ലൈഡ് ഉണ്ട്. അത്ര ഉള്ളൂ ഇവിടെ. അത്ര വലിയ പാർക്കൊന്നുമില്ല. എന്നാലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഉച്ചയ്ക്കാണെങ്കിൽ. അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ചെറിയൊരു കലുങ്കുണ്ട്. ആ കലുങ്കിൽ താഴെ കൂടെ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട്. നേരത്തെ ഇവിടെ മഴയത്ത് വെള്ളമൊക്കെ നിറഞ്ഞ അപകടം ഉണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇത്രയൊക്കെ ഉള്ളു. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മളെന്നാ അങ്ങോട്ട് പോവാട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം. ഇത് മണർകാട് ചർച്ച് കേട്ടോ. നമ്മുടെ നാലുമണിക്കാറ്റിൽ നിന്ന് 3-4 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ദൂരം. ഇവിടെ വളരെ പ്രശസ്തമായ 8 നോമ്പ് ആചരിക്കുന്ന ആട്ടോ. ഇവിടെ വളരെ ദൂരെയും തന്നെ ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കും. ഇവിടെ 8 നോമ്പ് ആചരിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആണെങ്കിൽ 4 മണിക്കാറ്റിൽ നിന്ന് പോയിട്ട് വന്നതുകൊണ്ട് ഒരു ഉച്ച സമയത്താണ് വന്നത്. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ മിക്ക ദിവസവും നല്ല തിരക്കാട്ടോ. പിന്നെ ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, ഞങ്ങൾ 4 മണിക്കാറ്റിൻ്റെയും മണർകാട് ചർച്ചിൻ്റെയും ലൊക്കേഷൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വേണ്ടവർ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.